കാളിയമർദ്ദനാണ് ഇനി പറയുന്ന കഥ. കാളിന്തി തീരത്തേക്കാണ് പോയത്. കൃഷ്ണൻ കുറച്ച് പിന്നിലാണ്, കുട്ടികളും പശുക്കളും ഒക്കെ കുറച്ച് മുന്നിലെത്തി. അവരൊക്കെ ദാഹിച്ചു. കുറേ ദൂരം കാട്ടുകൂടെ പോയപ്പോഴേക്കും എല്ലാവർക്കും ദാഹിച്ചു. അവിടെ ചെന്ന് ആ കാളിന്തിയിൽ ഇറങ്ങി എല്ലാവരും വെള്ളം കുടിച്ചു. കാളിയൻ്റെ വിഷം കലർന്ന വെള്ളമാണ്. ആ കാളിയൻ ആ ഒരു കയത്തിൽ എന്നാണ് പറയുന്നത്. കാളിന്തിയിലെ ഓരോ ഭാഗത്ത് ഓരോ കയങ്ങളുണ്ട്, ഓരോ ഗുഹ പോലെ വലിയ ആഴത്തിലുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ കാളിയൻ താമസിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ വെള്ളം മുഴുവൻ വിഷം കലർന്ന വെള്ളമാണ്. ആ വെള്ളമാണ് ഈ കുട്ടികൾ കുടിച്ചത്, കുട്ടികളും പശുക്കളും ഒക്കെ കുടിച്ചത്. അവരെല്ലാവരും അപ്പം തന്നെ മരിച്ചു വീണു അവിടെ. ആ പുഴയുടെ തീരത്ത്, കാളിന്തിയുടെ തീരത്ത് എല്ലാവരും. അപ്പോഴേക്കാണ് കൃഷ്ണൻ അവിടെ എത്തുന്നത്. കൃഷ്ണൻ വന്ന് കണ്ടപ്പോൾ വല്ലാതെ വിഷമായി. എന്തായത് ഇങ്ങനെ വിചാരിച്ചു. നോക്കി, കൃഷ്ണൻ്റെ ഈക്ഷയാ അമൃതവർഷിണ്യ എന്നാണ് പറയുന്നത്. നോട്ടം, അമൃതം വർഷിക്കുന്ന നോട്ടം കൊണ്ട് അവരെല്ലാവരെയും ജീവിപ്പിച്ചു ഭഗവാൻ. ഈ കിടക്കുന്ന പശുക്കളെയും കുട്ടികളെയും എല്ലാവരും ജീവിപ്പിച്ചു. എല്ലാവരും ജീവിച്ചെഴുന്നേറ്റു. കൃഷ്ണനെ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നി ഈ കൃഷ്ണൻ്റെ വൈഭവം തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രണ്ടാമതൊരു ജീവൻ കിട്ടിയതെന്ന് അവർക്കൊക്കെ മനസ്സിലായി. പശുക്കളൊക്കെ കൃഷ്ണനെ നക്കിയിട്ടും ഉമ്മ വെച്ചിട്ടും തുടച്ചിട്ടും അങ്ങനെ എല്ലാവരും സ്നേഹം പ്രകടിപ്പിച്ചു. കുട്ടികളും അങ്ങനെ കെട്ടിപ്പിടിക്കുക കൃഷ്ണനെ. എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭഗവാനോടുള്ള സന്തോഷം കൊണ്ട് തങ്ങളെ ജീവിപ്പിച്ചു. അങ്ങനെ കൃഷ്ണൻ കാളിയനെ ഇവിടുന്ന് ഓടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വൃക്ഷങ്ങളൊന്നുമില്ല. ആ നദിയുടെ കരയിലുള്ള വൃക്ഷങ്ങളൊക്കെ ഉണങ്ങി വെറും തടി മാത്രം ഇങ്ങനെ കരിഞ്ഞ് കത്തി ഉണങ്ങിയ മാതിരിയുള്ള മരങ്ങളാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ പറന്നു പോകുന്ന പക്ഷികളൊക്കെ ഈ ചിറക് കരിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് വീണ് ചാവുകയാണ് ഈ വിഷത്തിൻ്റെ ശക്തി കൊണ്ട്.